ഹലോ മക്കളെ, നമ്മളെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി എന്താണ് എന്നുള്ള കാര്യമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ആൻസർ ഷീറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയുണ്ട് എന്നുള്ള കാര്യം മിസ്സിന് മെസ്സേജസ് ആയിട്ടും കോളായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് എക്സാമിന്റെ തലേ ദിവസം ഇരുന്നിട്ട് പഠിച്ചത് കൊണ്ടാണ് ആൻസർ ഷീറ്റിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ബോധേഡ് ആവേണ്ട ആവശ്യം വന്നത്. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സാമിന് തലേദിവസം കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലേ, ഒരു ഏവറേജ് ലെവലിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, യെസ് നമ്മൾ സക്സസ് ആവുള്ളൂ ഈ എക്സാമിന് തലേദിവസം പഠിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ വർഷവും പറയുന്നത് തന്നെയാണ്, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മക്കളെ. എക്സാമിന്റെ തലേദിവസം കൊണ്ടുപോയിട്ട് പഠിക്കാൻ നിൽക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, കഷ്ടപ്പെടും. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി നിങ്ങളെ വെക്കേഷൻ മൂഡാണ്. ഈ വെക്കേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും നിങ്ങൾ എക്സാമിൽ സാറ്റിസ്ഫൈഡ് ആവണം അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് പോലും എന്താണ് എല്ലാ സബ്ജക്റ്റും ഈസിയാണ് എന്നുള്ള, എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് എഴുതാൻ പറ്റി മിസ്സേ എന്നുള്ളൊരു റെസ്പോൺസ് മിസ്സിന് കിട്ടിയിട്ടില്ല. മിസ് ഇൻസ്റ്റയിലാകട്ടെ, ഇനിയിപ്പോൾ യൂട്യൂബിലാകട്ടെ, വാട്സപ്പിലാകട്ടെ, എല്ലാവർക്കും മിസ് സ്റ്റാറ്റസ് ഇട്ടും സ്റ്റോറി ഇട്ടിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ എക്സാമും സിമ്പിൾ ആയവരുണ്ടോ. ആരും തന്നെ എന്തില്ല, എല്ലാ എക്സാമും സിമ്പിൾ ആയി എന്ന് പറഞ്ഞിട്ടില്ല. എന്താ മാത്സ് ടഫ് ആയിരുന്നു, ചിലവർക്ക് ബേസിക് സയൻസ് ടഫ് ആയിരുന്നു, ചിലവർക്ക് സോഷ്യൽ ടഫ് ആയിരുന്നു. സോഷ്യലിൽ 4 ചാപ്റ്റേഴ്സോളം പഠിക്കാറുണ്ട് മിസ്സേ, കുറെ പഠിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ, നിങ്ങളൊരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് വന്നപ്പോഴുള്ള ഫസ്റ്റ് എക്സാം ആണ് നമ്മൾ ഓണം എക്സാം. അപ്പൊ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണമായിരുന്നു എന്താണ്, പണ്ടത്തെ പോലെ അല്ല, കുറച്ചും കൂടെ എക്സാമിന് കട്ടി കൂടും, കുറച്ചും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ വലിയ മക്കളായി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു മക്കളെ. അപ്പൊ ഇനി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എന്ത് ചെയ്യാൻ പാടില്ല, ഈ വെക്കേഷൻ നിങ്ങളെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കേ വേണ്ട. നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു, ബട്ട് നമുക്കൊരു വകതിരിവ് വരണം, നമുക്കൊരു തിരിച്ചറിവ് വരണം അല്ലെ. എന്താണ്, നമ്മൾ എക്സാമിന് തലേദിവസം ഇരുന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഏവറേജ് ലെവലിലേ എത്തുള്ളൂ. നല്ല മാർക്ക് വാങ്ങിയിട്ട് നമ്മളെ പാരന്റ്സിന് നമ്മളെ പാരന്റ്സിന് ഉണ്ടാവില്ല, നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. ഇപ്പൊ ഓണത്തിന് തന്നെയാണെങ്കിൽ ഓണക്കോടി അവർക്ക് എടുത്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് എടുത്തു തരാറില്ലേ അല്ലെ, പൂക്കളും വാങ്ങി തരാറില്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് എന്താ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക, നമ്മളെ പഠനം, നമ്മളെ വിജയം, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക. അപ്പൊ എന്റെ മക്കളൊന്ന് തിരിച്ചറിയണം, എന്താണ് എക്സാമിന് തലേദിവസം അല്ല പഠിക്കേണ്ടത്, മുന്നേ പഠിക്കണം. അപ്പോഴും മാത്രമേ അവര് വിചാരിക്കുന്ന പോലെ, നമ്മളെ കൊണ്ട് വിചാരിക്കുന്ന പോലെ, നമ്മളെ ലക്ഷ്യത്തിൽ എത്തുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ സ്കൂൾ തുറന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, എക്സാം പേപ്പർ കിട്ടുന്നുണ്ടാകും, നിങ്ങൾ പല എക്സ്ക്യൂസസും കാണുന്നുണ്ടാവും അല്ലെ. എന്താ പുതിയ ക്ലാസ് അല്ലേ, ആദ്യത്തെ എക്സാം അല്ലേ, അതുകൊണ്ടാണ് ടഫ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി, അതുകൊണ്ടാണ് ടഫ്, ഞാൻ കുറെ ദിവസം സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ടഫ്. ഇതൊന്നും എക്സ്ക്യൂസ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും നമുക്കും നിങ്ങളെ പാരന്റ്സിനും നിങ്ങളെ ടീച്ചേഴ്സിനും ഒക്കെ അറിയാം കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡോണ്ട് വറി, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനിയെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഈ വീഡിയോ മക്കൾ മാത്രമാണ് കാണുന്നെങ്കിൽ വേഗം ഓടിപ്പോയിട്ട് പാരന്റ്സിന്റെ കയ്യിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് കൊടുക്കുക കേട്ടോ. മിസ് പറയുന്നത് പാരന്റ്സിനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കുഞ്ഞു മക്കളാണ്, എന്താ നിങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ക്ലാസ് എത്തിയിട്ടില്ല. നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, പാരന്റ്സും കൂടെ എന്ത് ചെയ്യണം, ഇവർ ആ ഒരു പഠനത്തില് ശ്രദ്ധ കൊടുക്കണം. ചെറിയ ക്ലാസ് നിന്നാണ് ബേസ് ഇടേണ്ടത്. 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കാണാൻ പറ്റും. അവിടെ A+ കുറവാണ്, അന്നേരം പഠിക്കായിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും അല്ലെ, അപ്പൊ നമുക്കൊരു ഷെയിം തോന്നും, ഇതെങ്ങനെ ഇനിയിപ്പോ ഒരാളോട് പോയി ചോദിക്കുക അല്ലെ, എങ്ങനെ ഇതിന്റെ ബാക്കി ചോദിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ വരുന്ന മിസ്റ്റേക്ക് ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ആ ബേസ് കറക്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഫോർ എക്സാമ്പിളിന് മിസ് ഒരു കാര്യം പറഞ്ഞതാ, ഒരു വീട് പണിത് ഉയർത്തുന്ന സമയത്ത് തറയിടാണ്ട് വീട് ഇടാൻ പറ്റുമോ, വീട് വെക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഇടുന്നത് എന്താണ്, തറയാണ് അല്ലെ. തറക്കല്ലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ബേസ് ഈ പഠനത്തിന്റെ കാര്യത്തിലും നമ്മളെ മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ബേസ് കറക്റ്റ് ഇട്ടോളുക, പിന്നെ പോകെ അവരെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാണാം, അവരെ പഠിത്തം ഒറ്റയ്ക്ക് നോക്കുന്ന കാണാം. ഒന്നും നിങ്ങൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഒരു സമയം നമ്മളെ മക്കളുടെ ഫസ്റ്റ് സ്റ്റേജിലാണുള്ളത്, ആ ബേസ് സ്റ്റേജിലാണുള്ളത്. അത് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം,
ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ പാരൻസും കൂടി അതിൻ്റെ കൂടെ നിൽക്കണം. കൂടെ ഞങ്ങളും ഉണ്ടാകും. ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്കൊരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാനുള്ള ടൈം ഇപ്പോൾ ഉണ്ട്. ഇതൊരു ഓണം ഓഫറാണ് കേട്ടോ. ഇതൊരു ഓണം ഓഫറാണ്. അതായത് 2299 നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ബാച്ച് വരുന്നത്. ഈ ഒരു ബാച്ച് ഓണത്തിനോട് അടുക്കുമ്പോൾ നമുക്ക് അതായത് 2399 പോകും. 3299 രൂപയിലേക്കാണ് പോവുക. ഒന്നുമില്ല, ഒരു വർഷത്തേക്കുള്ള കോഴ്സാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാ പഠിപ്പിക്കുന്നത് വെച്ചാൽ നമ്മളെ മക്കള് ബ്രില്യൻ്റ് ആവണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസംബർ 31 കൂടിയിട്ട് ആനുവൽ എക്സാമിനുള്ള ഫുൾ പോർഷൻസും കവർ ചെയ്യുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ കുട്ടിയൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലേ? ബുദ്ധിമുട്ടാവാതെ വിധത്തിൽ ഞങ്ങൾ ഇത് എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. നിങ്ങൾ കേട്ടോളാം, നമ്മൾ 31 കൂടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യും. എന്നിട്ടോ ജാനുവരി ഫെബ്രുവരിയിൽ നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ ആണ് കൊടുക്കുക. നിങ്ങൾ ഒന്നും കൊണ്ടും പഠിക്കണം. നിങ്ങളും ഞങ്ങളും മാത്രമല്ല അവരെ കൂടെ ഉള്ളത്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവര് ഫുഡ് കഴിച്ചിട്ടുണ്ടോ, ഇവർ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടോ, ഇന്ന് എന്തുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല, ഇന്ന് ഏതായിരുന്നു ലൈവ് നടന്നത്, ഇനിയിപ്പോൾ ആ ലൈവിൽ എന്തുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ല, ലൈവിൽ എന്തായിരുന്നു പറഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവരെ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാരൻസും ഞങ്ങൾ ടീച്ചേഴ്സും അവരെ കൂടെ ഇവർക്ക് മെൻറ്റേഴ്സും ഉണ്ടാവും കേട്ടോ. ഓരോ കുട്ടിക്ക് ഓരോ മെൻറ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് അല്ലേ. ഇപ്പം എൻ്റെ കുട്ടിക്ക് മാത്സ് ആണ് ടഫ് എങ്കിൽ വേറൊരു കുട്ടിക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ടഫ്. അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ഓരോ കുട്ടീൻ്റെയും പഠനശേഷി, പഠന കഴിവ് ഇതൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ എജുപോർട്ടിന് ഒരു പുതിയ ഫീച്ചറാണ് നമ്മളെ എജുപോർട്ടിന്റെ ആപ്പിൽ. ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിൾ ആണ് ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവരെ പഠനത്തിന്റെ സ്പീഡൊക്കെ നമുക്ക് ആപ്പിൽ ഉണ്ടാകും. അപ്പൊ എന്തായിരിക്കും, ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിൾ ആണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഏത് ടൈം വേണ്ടെങ്കിലും കാണാൻ പറ്റും. ഇനി ടൈം ടേബിൾ ഷെഡ്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളായിട്ടൊന്നും എന്ത് ചെയ്യേണ്ട, ബോധപ്പെടേണ്ട ആവശ്യമില്ല. പഠിച്ച് കറക്റ്റ് തീരും. അതായത് ഈ ഒരു റെക്കോർഡും ലൈവും ഒക്കെ ഷെഡ്യൂളിനനുസരിച്ച് കാണുകയാണെങ്കിൽ കറക്റ്റ് സമയത്തൊക്കെ പഠിച്ചു കഴിയും. ഒരു ചാപ്റ്റർ റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും, സൂം ലൈവ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസ്, കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഉണ്ടാവുക. ഒരു വീഡിയോന് താഴെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും, അതായത് ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എന്തുണ്ടാകും, ഒരു വീഡിയോന് താഴെ ഉണ്ടാകും. അത് കഴിഞ്ഞ് മന്ത്ലി നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് ആണോ പഠിച്ചത് അത്രയും ചാപ്റ്റേഴ്സിന്റെ മന്ത്ലി എക്സാം ഉണ്ടാകും. അത് കഴിഞ്ഞ് നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. ഓണം എക്സാമിന്റെ മോഡൽ എക്സാം ഉണ്ടായിരുന്നു. ഇനി ക്രിസ്മസ് എക്സാമിന്റെ മോഡൽ എക്സാം ഉണ്ടാകും. ഇനിയിപ്പോൾ ആനുവൽ എക്സാമിന്റെ മോഡൽ എക്സാംസ് ഉണ്ടാകും. അതിന്റെ കൂടെ നമുക്ക് മാത്സിന്റെയും ഇംഗ്ലീഷിനും ഫൗണ്ടേഷൻ ക്ലാസ് ഫ്രീ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പല മക്കൾക്കും മാത്സും ഇംഗ്ലീഷും ആണ് കൂടുതൽ പേർക്കും ടഫായി തോന്നുന്നത്. അത് ഇവിടെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യും, നല്ല ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് മാത്സിന്റെയും ഇംഗ്ലീഷിനും ഫ്രീ ക്ലാസ് തരികയാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ മക്കളെ. ഇന്ന് നിങ്ങൾക്ക് ഇന്നൊരു ബാച്ച് ലോഞ്ച് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ പിന്നീട് എപ്പെങ്കിലും നിങ്ങൾ കാണുന്നെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വിളിച്ചിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഓഫറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു കമന്റ് ബോക്സിന്റെ ഫസ്റ്റ് ലിങ്ക് കണ്ടോ, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ലിങ്ക്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പേരും നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ തന്നെ എന്ത് കിട്ടും, എപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്താലും ഈ ഒരു ഓഫറിൽ തന്നെ നമ്മൾ ബാച്ച് കിട്ടും. എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ 3 ദിവസത്തിനുള്ളിൽ എന്താകും, 3299 മാറാട്ടോ ചെയ്യുക. അപ്പൊ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട മക്കളെ, ഒന്നുമില്ല. നമുക്ക് ഇനിയിപ്പോൾ ആൻസർ ഷീറ്റ് കിട്ടും. നമ്മൾ ഓൾറെഡി 8 സാലത്തിന് ആൻസർ ഷീറ്റ് കിട്ടാനുള്ള, അതിലൊന്നും ചെയ്യാനില്ല. ബട്ട് അത് കണ്ടുകൊണ്ട് നമുക്ക് മെച്ചപ്പെടുത്താനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുക, പെട്ടെന്ന് റിവിഷൻ തുടങ്ങുക, എക്സാംസ് ചെയ്താൽ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഒന്നിക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് നിങ്ങൾ കണ്ടോ, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ പേര് എന്ത് കൊടുക്കുക, നമ്പർ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക, ഞങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ഓണാവട്ടെ കേട്ടോ. ഒന്നും പേടിക്കരുത്. വെക്കേഷൻ അടിച്ചു പൊളിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മൾ ആലോചിച്ചിട്ട് ഒന്നും കാര്യമില്ല. പാരന്റ്സിനോട് കൂടിയിട്ടാണ് പറഞ്ഞത്, കഴിഞ്ഞത് കഴിഞ്ഞു. എന്താണ് ഇനിയിപ്പം ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്തും ഡോണ്ട് വറി അല്ലേ, ഒരു ആൻസർ ഷീറ്റ് അല്ലേ, നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താനുള്ള ഒരു സാധനമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ അത് കണ്ടോണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അപ്പൊ ഒരു തെറ്റ് നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. ഒരു തെറ്റ് പറ്റി മനുഷ്യന്മാരാണ്, പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു എക്സാമിന് ഇതിലും ബെറ്റർ ആവാൻ വേണ്ടി നോക്കണം. അപ്പൊ ഒന്നും പറയാനില്ല. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ കാര്യം മനസ്സിലായി.
ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ നല്ലൊരു ഓണം ആവട്ടെ കേട്ടോ. ഓക്കെ, ബൈ, സീ യു.